ഏതൊരു പ്ലംബിംഗ് സിസ്റ്റവും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ലീക്കേജ് ഉണ്ടോ, ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യൽ വളരെ അനിവാര്യമായൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യാറില്ലായിരിക്കാം. എങ്കിലും പ്രൊഫഷണൽ സിസ്റ്റത്തിനകത്ത് വരുമ്പം ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ബിക്കോസ് അവിടെയുള്ള വാട്ടർ ലീക്കേജുകളോ കാര്യങ്ങളോ പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ലീക്കേജ് ആകാം, സ്മെല്ലാകാം, അങ്ങനെ ഏത് കേസും പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യണം? ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ വരാവുന്ന ആപത്തുകൾ, ഒന്ന് വാട്ടർ ഫ്ലഡിങ് തന്നെയാണ്. ഡാംപ്നെസ് സംഭവിക്കാം, ചുമരിലൊക്കെ നനഞ്ഞ് ഇറങ്ങും അല്ലേ. സ്റ്റെയിനിങ് ഓഫ് വാള്, ഇനി റോട്ടിങ്ങും, മരമൊക്കെ നുരുമ്പിച്ച് പോകുന്നുണ്ട്. സ്ട്രക്ചറൽ ഡാമേജ് സംഭവിക്കാം, പൊളിഞ്ഞു വീഴാൻ തന്നെ സാധ്യതയുണ്ട്. അതേപോലെ ഒബ്നോക്സിയസ് സ്മെല്ല്, ഡിസീസ് കോസിങ് ബാക്ടീരിയ വളരാനുള്ള കാരണം ഉണ്ടാകും, റെസ്പിറേറ്ററി ഡിസീസ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു റീസണാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ എന്ന് പറയുന്നത് മിറർ ടെസ്റ്റ്, ബോൾ ടെസ്റ്റ്, ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ്, സ്മോക്ക് ടെസ്റ്റ്, ന്യൂമാറ്റിക് ഓർ എയർ ടെസ്റ്റ്, കെമിക്കൽ സ്മെൽ ടെസ്റ്റ്, കളേർഡ് വാട്ടർ ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ മിറർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അലൈൻമെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒബ്സ്ട്രക്ഷൻ, അകത്തെന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾ ടെസ്റ്റും ലെഡ് സ്ലൈഡ് ഓർ പ്ലഗ് ടെസ്റ്റും യൂസ് ചെയ്യാറുണ്ട്. ഇനി ലീക്കേജിനാണെങ്കിൽ വാട്ടർ ടെസ്റ്റ് യൂസ് ചെയ്യും, സ്മോക്ക് ടെസ്റ്റ് യൂസ് ചെയ്യും, എയർ ടെസ്റ്റ് യൂസ് ചെയ്യും, ആൻഡ് സ്മെൽ ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മിറർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡിൽ ഇവിടെ ഒരു മിറർ വെച്ചിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരലാണോ എന്നുള്ളത്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇവിടെ കാണുന്നത് ഇതേ സ്ഥലത്ത് കാണുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലൈൻമെൻറ്റ് ക്ലിയർ ആണെങ്കിൽ ഒരേപോലെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇൻസൈഡ് ദ പൈപ്പാണ് ഈ നമ്മൾ മിറർ വെക്കുന്നത്. They are placed in position through a cross point by looking at one of the mirror. The condition of the pipe can be seen as the light is reflected along the pipe. ഇത് ഇങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഈ മിറർ വെക്കുമ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് പോകുന്നതുകൊണ്ട് തന്നെ ഇനി ഇൻ കേസ് അലൈൻമെൻറ്റ് തെറ്റാണെങ്കിൽ ലൈറ്റ് എവിടെയെങ്കിലും തട്ടിയിട്ട് തിരിച്ച് അപ്പുറത്തെ മിററിലേക്ക് എത്തില്ല. ഇനി ബോൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ബ്രാസിൻ്റെ ബോളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഇതിനകത്ത് ബോൾ വഴി പതുക്കെ പാസ് ചെയ്യാണ് ചെയ്യാം. ഈ ബ്രാസ് ബോൾ ഓഫ് 30 mm സൈസ്, സ്മോളർ ദാൻ ദ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. അപ്പോൾ പൈപ്പ് എത്രയാണോ സൈസ് അതിനേക്കാൾ 13 mm സൈസ് ചെറുതായിരിക്കും. 13 mm സൈസ് ഡയമീറ്റർ ചെറുതായത് ഇത് PSCക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസേർട്ടഡ് ഓൺ ദ ടോപ്പ് എൻഡ് ആൻഡ് ഷുഡ് റോൾ ഫ്രീലി അലോങ് ദി ബോട്ടം ഓർ ഇൻവേർട്ട് ഓഫ് ദി പൈപ്പ്. കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് ഈ ബോൾ നീങ്ങി പോകണം. ഇഫ് ദർ ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ ഓർ പൈപ്പ് ഈസ് ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ദ ബോൾ വിൽ സ്റ്റോപ്പ്. എന്ത് ചെയ്യും? അലൈൻമെൻറ്റ് തെറ്റാണെങ്കിലൊക്കെ ബോൾ അവിടെ നിന്നു പോകും അല്ലേ. അപ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നത് അത് മാർക്ക് ചെയ്ത് അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ടത് റെമഡീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇനി പിന്നീട് ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അലൈൻമെൻറ്റ് റെഡിയാക്കാം, അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ റിമൂവ് ചെയ്ത് അത് റെഡിയാക്കാൻ പറ്റും. ലീഡ് സ്ലൈഡ് ഓർ പ്ലഗ് എന്നുള്ളത് ഇതിനകത്ത് ഒബ്സ്ട്രക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്ലഗ് അറ്റാച്ച്ഡ് ടു ദി സ്പ്രിങ് സ്റ്റീൽ ടാപ്പ്. എന്നിട്ട് പ്ലഗ് എന്ത് ചെയ്യും? പുഷ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് എവിടെയാണോ ഒബ്സ്ട്രക്ഷൻ എത്തുന്നത് അവിടെ വരെ ഇത് പുഷ് ചെയ്യും. എന്നിട്ട് ഈ ടാപ്പിൽ അന്നിപ്പോൾ അളവ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ അളവ് മാർക്ക് ചെയ്തിട്ട് ഇത് വലിച്ചെടുത്തിട്ട് ഇത് പുറത്ത് കൂടെ ആ അളവ് നോക്കാം എവിടെയാണ് നിന്ന് പോയത്. എന്നിട്ട് ആ എക്സാക്റ്റ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ തട്ടിയിട്ട് നോക്കണമെങ്കിൽ അലൈൻമെൻറ്റ് പോയതാണെങ്കിൽ ഏത് മെത്തേഡാണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രെയിൻ പ്ലഗും ഫണല് ആൻഡ് സൈറ്റ് ഗേജ്, ഇങ്ങനെ 3 എക്യുപ്മെൻറ്റ്സാണ്. ഇനി വെർട്ടിക്കൽ പൈപ്പ് തൽക്കാലം ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് പൈപ്പ് ഉണ്ടാക്കും. എന്നിട്ട് എന്തിനാണ് വെർട്ടിക്കൽ പൈപ്പ് കൊടുക്കുന്നത്? ഹെഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെഡ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഫണൽ വെച്ചിട്ട് വെള്ളം ഇതിനകത്തേക്ക്
ഫില്ല് ചെയ്യും. ഈ പൈപ്പിനകത്തേക്ക് ഫണൽ വെച്ചിട്ട് വെള്ളം ഫില്ല് ചെയ്യും. അപ്പോൾ ഫണൽ വെച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇത് മുന്നോട്ടേക്ക് പോവുകയാണ്. വാട്ടർ ടെസ്റ്റ് എന്നിപ്പോൾ ഇത് ഒരു സൈഡിൽ ടൈറ്റാക്കി നിർത്തിയിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് വെള്ളം ഇതിൻ്റെ അങ്ങോട്ടേക്ക് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യും, ഈ ഫണലിനകത്ത് നിന്ന് ഈ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ ലീക്ക് ഉണ്ടാവും. ഫണലിനകത്തുള്ള വെള്ളം കുറഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടെന്നും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി കളർഡ് വാട്ടർ ടെസ്റ്റിനകത്ത് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റിലുള്ളതുപോലെ തന്നെ ഇതിനകത്ത് ഈ സോല്യൂബിൾ ഡൈയെ ഫ്ലൂറസെൻ്റ് മിക്സ് ചെയ്യും. അതെന്തിനാണ്, ഈ ലീക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടാവും. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഒരു കളറും കൂടെ അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ വരുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സ്മോക്ക് ടെസ്റ്റാണ്. ഇത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്മോക്ക് ടെസ്റ്റിനകത്ത് പൈപ്പിനകത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളം കടത്തി വിട്ടതിന് പകരം നമ്മൾ സ്മോക്കാണ് കടത്തി വിടുന്നത്. അപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ വേണ്ട സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സ്മോക്ക് ടെസ്റ്റാണ് യൂസ് ചെയ്യുക. ഇതിനകത്ത് ഒരു എൻഡ് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യും, എന്നിട്ട് അതർ എൻഡിലൂടെ സ്മോക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ക്ലോസ് ചെയ്ത എൻഡിനകത്തു കൂടെ ഈ സ്മോക്ക് ഇതിനകത്ത് ഫില്ലാകുന്നത് വരെ ഇതിൻ്റെ വാൾവ് ഓപ്പൺ ആക്കി വെക്കും. അതിനുശേഷം ഫില്ലായി സ്മോക്ക് ഇതിൽ കൂടെയും പുറത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ ക്ലൗഡ്സ് ഓഫ് സ്മോക്ക് ഈ പൈപ്പ് ത്രൂ ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ സ്മോക്ക് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, എവിടെന്നെങ്കിലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ സ്മോക്ക് കാണാനോ സാധിക്കും. ഇനി ന്യൂമാറ്റിക് എയർ ടെസ്റ്റ്. ഈ ന്യൂമാറ്റിക് എയർ ടെസ്റ്റും സ്മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ്. ഇവിടെയും നമ്മൾ വാൾവ് ഓപ്പൺ ആക്കിയിട്ട് കംപ്ലീറ്റ് ഒരു സൈഡിൽ കൂടെ എയർ പാസ് ചെയ്യുകയും ചെയ്യും, ഒരു സൈഡിൽ കൂടെ എയർ എന്ത് ചെയ്യും, കടത്തി വിടുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു മാനോമീറ്റർ പൈപ്പിൻ്റെ ഒരു എൻഡിൽ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് എയർ ഹാൻഡ് ബലൂണ് യൂസ് ചെയ്തിട്ട് എയർ നമ്മളിങ്ങനെ നമ്മുടെ ഡോക്ടർമാർ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, പഴയ സ്വിഗ്മോ മാനോമീറ്റർ വെച്ചിട്ട് അതേപോലെ എയർ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൽ എയർ പമ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കറക്റ്റ് അത് പ്രഷർ ആ സ്വിഗ്മോ മാനോമീറ്ററിൻ്റെ വർക്കിംഗ് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ടൈം ആ എയർ ഹോൾഡ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ലീക്കില്ല. ആൻഡ് ഇൻ കേസ് എവിടെയെങ്കിലും പ്രഷർ റിലീസ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ലീക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടയർ കടക്കാർ ചെയ്യുന്ന പോലെ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ബബിൾസ് വരുന്ന സ്ഥലത്ത് നമുക്ക് എയർ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അവിടെ ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. ഇനി കെമിക്കൽ സ്മെൽ ടെസ്റ്റ്. അപ്പോൾ ഈ സ്മെൽ ടെസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നൊരു സാധനം, ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെപ്പർമിൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്തേക്ക് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് കൂടെ കടത്തി അങ്ങ് വിടും, ഫ്ലഷ് ചെയ്ത് വിടും. അപ്പോൾ ഈ സ്ട്രിങ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പുള്ള് ചെയ്ത് വിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കണ്ടെയ്നറിൽ തുറക്കും. അപ്പോൾ ഈ ഉള്ളിലേക്ക് തള്ളി വിട്ടിട്ട് ഈ കണ്ടെയ്നറിന് തുറക്കുമ്പോൾ പിന്നെ സ്മെല്ല് എന്ത് ചെയ്യും, ഈ പൈപ്പിനകത്ത് കൂടി ഫുള്ള് സ്പ്രെഡാകും. ഇൻ കേസ് ഇനി ലീക്ക് ഉണ്ടെങ്കിൽ ലീക്ക് നമുക്ക് സ്മെല്ല് പുറത്ത് വരുന്നതോടുകൂടെ മനസ്സിലാവും, എവിടെയോ ലീക്ക് ഉണ്ട്, അതുകൊണ്ടാണ് സ്മെല്ല് വന്നത്. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റിലുള്ളത്. അപ്പോൾ ഇനി മെയിൻ്റനൻസ് ലൈനിൽ ലീക്കേജ് കാര്യങ്ങൾ വരുന്നത് അല്ലേ, ഡ്രെയിനേജ് ലൈനിൽ ലീക്കേജ്, ടോയ്ലറ്റിൽ ലീക്കേജ് വരും. അപ്പോൾ എന്താണ്, സ്ലാബിൻ്റെ അടുത്ത് ഫിറ്റിങ്, ഫ്ലോർ ഫിനിഷിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ലീക്കേജ് വരും. അപ്പോൾ അത് സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ സ്ലാബ് വരെ ഉള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഇനി RCC സ്ലാബ് ക്ലീൻ ചെയ്യണം. ഇനി 50 mm ഡീപ്പിൽ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എല്ലാ പൊസിഷനിലുമല്ല ഒരു കറക്റ്റ് ഇൻ്റർവെല്ലിൽ നമ്മളത് കുഴിച്ച് വെക്കുക. എന്നിട്ട് അതിനുശേഷം അത് സിമെൻറ്റ് മോർട്ടാർ വെച്ചിട്ട് അടച്ച് വാട്ടർ പ്രൂഫ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സെറോ പ്ലാസ്റ്റിക്കാണ്. ഇനി വാട്ടർ ലൈനിലാണെങ്കിൽ ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രഷർ കൂടുന്നതാണ്, അല്ലെങ്കിൽ ഒട്ടിക്കുന്നത് റെഡി ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നോട്ടീസ് ലീക്കേജ് വരികയാണെങ്കിൽ GI പൈപ്പ്സിൽ GI പൈപ്പിൻ്റെ ക്ലാമ്പ് അല്ലെങ്കിൽ റബ്ബർ പാഡിങ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലീക്കേജ് എടുക്കുക. ഒരു റബ്ബർ പാഡിങ് കൊടുക്കുക, എന്നിട്ട് ക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി പെർമനൻറ്റ് റിപ്പയറിനാണെങ്കിൽ ഈ സെക്ഷൻ മൊത്തം റിമൂവ് ചെയ്തിട്ട് പുതിയത് കൊണ്ട് റീപ്ലേസ് ചെയ്യണം.
കോപ്പർ ട്യൂബിലാണെങ്കിൽ സോൾഡറിങ് അല്ല ബ്രേസിങ് ചെയ്തിട്ട് നമുക്ക് ലീക്ക് നിർത്താൻ വേണ്ടി സാധിക്കും. CI പൈപ്പിൻ്റെ കേസിലാണെങ്കിൽ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഫ്രഷ് പൈപ്പ് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. ഇനി ടാപ്സ് ലീക്കിംഗ് ഉണ്ടെങ്കിൽ, ടാപ്പ് ലീക്കിംഗ് ആണെങ്കിൽ നമുക്ക് വാഷർ മാറ്റിയിടാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ. വാഷർ മാറ്റിയിടാം, എന്നിട്ട് സീറ്റിങ് കറക്റ്റാണോ നോക്കുക. ഇനി സീറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ടാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. വാഷർ മാത്രം മാറ്റുന്ന ഒരു പ്രോസസ്സേ ഉള്ളൂ. വാൾവിൻ്റെ കേസിലാണെങ്കിൽ സീറ്റിംഗ് നമ്മൾ വീണ്ടും അലൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ വളരെ അധികം ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് വിറ്റുകയാണെങ്കിൽ 3000 ലിറ്റർ പെർ മന്ത് ലീക്കേജ് ലോസ് ഉണ്ടാവും എന്നാണ് ഒരു കാൽക്കുലേഷൻ ഉള്ളത്. അപ്പോൾ ഈ വാഷറുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യുക, പിന്നെ നൈലോൺ വാഷർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഷവറിൻ്റെ കേസിനാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ്, അതിൻ്റെ മുകളിൽ ഷവർ ഹെഡിനകത്ത് വന്നിരിക്കുന്ന ചെളികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലോഗിങ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഡെപ്പോസിറ്റ് കൊണ്ട് ഇതിനകത്ത് ലീക്കേജ് ഉണ്ടാകാനും അല്ലെങ്കിൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വാട്ടർ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം? ഈ വാട്ടർ ടാങ്കിൻ്റെ ഔട്ടേജ് ആദ്യം നമ്മൾ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം ക്ലീൻ ചെയ്യുക. എന്നിട്ട് ടാങ്കിലെ ആൽഗെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് ഇതിൻ്റെ വേറെ ബൈപ്പാസ് വഴിയാണ് നമ്മൾ വാട്ടർ എന്ത് ചെയ്യുക, ഈ ചെളി പിടിച്ചത് മെയിൻ ലൈൻ വഴിയല്ല തുറന്നു വിടേണ്ടത്. 6 മാസത്തിലൊരിക്കൽ നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇനി വാട്ടർ ടാങ്ക്, വാഷ് ബേസിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലോഗിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് റിമൂവർ കൊണ്ടാണ് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുക, ബ്ലോക്ക് റിമൂവർ. അപ്പോൾ ഈ ടോയ്ലറ്റിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അതേപോലെ വേസ്റ്റുകൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റ് ഓഗർ കൊണ്ട് അതിനെ പിടിച്ചെടുക്കാനാണ് സാധിക്കുക. പിടിച്ചെടുക്കാൻ ഒരു സൈസ് ക്ലിപ്പിംഗ് ആണ്. ഇനി ഫിക്സ്ചറിനകത്തൊക്കെ ഫോഴ്സ് കപ്പ് കൊണ്ട്, ഫോഴ്സ് കപ്പ് എന്ന് പറയുന്നത് ഒരു വാഷർ ടൈപ്പ് കപ്പാണ്. അത് ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം ഹൈ പ്രഷർ എയർ പോകുന്നതുകൊണ്ട് അങ്ങനെ ഫിക്സ്ചറിനകത്തൊക്കെ ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇലക്ട്രിക്കൽ ഹാൻഡ് ഡ്രെയിൻ ക്ലീനർ വലിയ ബ്ലോക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു സ്പ്രിങ് ടൈപ്പ് സാധനമാണ്, റൊട്ടേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെഷനിലുള്ളത്. ഇതൊന്ന് ഓടിച്ച് പറഞ്ഞു പോയതാണ് ലാസ്റ്റ് സമയം. വീഡിയോസ് ഇത് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അതിന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം.